നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന യുദ്ധങ്ങളും അക്രമങ്ങളും മനുഷ്യരാശിക്ക് തന്നെ അപമാനമാണെന്നും നിരപരാധികളുടെ വേദന ദൈവത്തിന് മുന്നിലെ വലിയൊരു നിലവിളിയാണെന്നും ലിയോ 14 പാപ്പ കഴിഞ്ഞ ദിവസം നടന്ന ആഞ്ചലോസ് പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പാപ്പ. മിഡിൽ ഈസ്റ്റിലെയും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലെയും ദയനീയാവസ്ഥ അതീവ ദുഃഖത്തോടെയാണ് താൻ നിരീക്ഷിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. ശത്രുത അവസാനിപ്പിക്കുവാനും ആത്മാർത്ഥമായ ചർച്ചകളിലൂടെ സമാധാനത്തിന്റെ പാത തുറക്കുവാനും അദ്ദേഹം ലോക നേതാക്കളോട് ആവശ്യപ്പെട്ടു. നിക്കരാഗോയിലെ ഏകാധിപത്യ ഭരണകൂടം സഭയ്ക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലും വിശ്വാസികൾക്ക് പ്രത്യാശ പകർന്ന് പുതിയ വൈദികന്റെ തിരുപ്പട്ട സ്വീകരണം. വിശുദ്ധ യൂസേപ്പിതാവിന്റെ മരണത്തിരുനാൾ ദിനമായ മാർച്ച് 19 ബ്ലൂഫീൽഡ്സ് രൂപതയിലാണ് ഫാദർ ബിസ്മാർക്ക് ആന്റോണിയോ ഗോമസ് ഗോസാലസിന്റെ പൗരോഹിത്യ സ്വീകരണം നടന്നത്. ബ്ലൂഫീൽഡ്സ് ബിഷപ്പ് മോൺസിഞ്ഞോർ ഫ്രാൻസിസ്കോ ജോസ് ടൈഗറിനോയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തിരുപ്പട്ട ശുശ്രൂഷകൾ നടന്നത്. നിക്കരാഗോയിലെ 8 രൂപതകളിൽ 4 മാത്രമാണ് നിലവിൽ തിരുപ്പട്ടങ്ങൾ നൽകാൻ ഭരണകൂടം അനുവാദം നൽകിയിട്ടുള്ളത്. സഭയ്ക്കെതിരെ കടുത്ത ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും യുവാക്കൾക്കിടയിൽ പൗരോഹിത്യത്തോടുള്ള താല്പര്യം കുറവില്ല എന്നാണ് ഗവേഷകയായ മാർത്ത പെട്രീഷ്യ മോളിനി അഭിപ്രായപ്പെട്ടത്. പരിസ്ഥിതിയുടെ സുസ്ഥിര വികസനത്തിന് വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് ലിയോ 14 പാപ്പ ഇറ്റലിയിൽ നടക്കുന്ന 17ാമത് ഗ്രീൻ അക്കോർഡ് ഇന്റർനാഷണൽ ഫോറത്തിൽ പങ്കെടുക്കുന്നവർക്ക് അയച്ച സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ വഴിയാണ് പാപ്പയുടെ ടെലിഗ്രാം സന്ദേശം കൈമാറിയത്. ഒരുമിച്ച് ഭാവി കെട്ടിപ്പടുക്കുക, ഭാവിക്കായി ദാഹിക്കുന്ന ഒരു പുതിയ മാനവികത എന്ന വിഷയത്തിലൂന്നിയാണ് ഇത്തവണത്തെ സമ്മേളനം നടക്കുന്നത്. പരിസ്ഥിതി ബോധവൽക്കരണത്തിൽ മാധ്യമപ്രവർത്തകർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും വലിയ പങ്കുവഹിക്കാനുണ്ടെന്ന് ഈ സമ്മേളനം ഓർമ്മിപ്പിക്കുന്നു. പാകിസ്ഥാനിലെ ക്രൈസ്തവർക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി ജീവൻ സമർപ്പിക്കുകയും ചെയ്ത ഷഹബാസ് ഭാട്ടിയുടെ ഓർമ്മകൾക്ക് 15 വർഷം. 2011 മാർച്ച് 2 പാകിസ്ഥാനിലെ അന്നത്തെ ന്യൂനപക്ഷകാര്യ മന്ത്രിയായിരുന്ന ഷഹബാസ് ഭാട്ടി പട്ടാപ്പകൽ വധിക്കപ്പെട്ടത്. പാകിസ്ഥാനിലെ കടുത്ത മതനിന്ദ നിയമങ്ങൾക്കും വിവേചനങ്ങൾക്കും എതിരെ ശബ്ദമുയർത്തിയ ധീരനായ കത്തോലിക്ക വിശ്വാസിയായിരുന്നു ഷഹബാസ്. ഓൾ പാകിസ്ഥാൻ മൈനോറിറ്റീസ് അലയൻസ് എന്ന സംഘടനയിലൂടെ അദ്ദേഹം എല്ലാ മതവിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്കായി പോരാടി. തീവ്രവാദികളിൽ നിന്ന് നിരന്തരം വധഭീഷണി നേരിട്ടപ്പോഴും ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എനിക്ക് മരണം ഭയമില്ല എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു. ലിയോ 14 മാർപ്പാപ്പയുടെ ചരിത്രപരമായ അങ്കോള സന്ദർശനത്തിന് വേദിയാകാൻ ലുവാണ്ട അതിരൂപതയിലെ അവർ ലേഡി ഓഫ് ഫാത്തിമ ഇടവക ഒരുങ്ങുന്നു. 2026 ഏപ്രിൽ 18 മുതൽ 21 വരെ നീണ്ടു നിൽക്കുന്ന പാപ്പയുടെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ഭാഗമായി ഏപ്രിൽ 20 സഭാ നേതാക്കളുമായുള്ള നിർണായക കൂടിക്കാഴ്ച ഇടവകയിൽ നടക്കുക. മാർപ്പാപ്പയുടെ സന്ദർശനം തങ്ങളുടെ സമൂഹത്തിന് ലഭിച്ച വലിയൊരു അംഗീകാരവും അനുഗ്രഹവുമാണെന്ന് ഇടവക വികാരി ഫാദർ ഡിയാഗോ മെസ്സിയാസ് പറഞ്ഞു. ബിഷപ്പുമാർ, വൈദികർ, സന്യസ്തർ, മതബോധകർ എന്നിവരുമായാണ് പാപ്പ ഇവിടെ കൂടിക്കാഴ്ച നടത്തുക. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.